പ്രത്യേക ഹെലികോപ്റ്റർ കാണിച്ചുകൊണ്ടിരിക്കുന്നത് പ്രേക്ഷകരെ. ആ ഹെലികോപ്റ്ററിൽ പ്രധാനമന്ത്രി പ്രത്യേക ഹെലികോപ്റ്ററിൽ നാവികസേനാ ആസ്ഥാനത്ത് നിന്നും തിരിച്ചു നാവികസേനാ ആസ്ഥാനത്തേക്ക് എത്തുകയാണ്. കൊച്ചിയിൽ നിന്നും അതിൻ്റെ ദൃശ്യമാണ്. പ്രത്യേക ഹെലികോപ്റ്ററിലാണ് നാവികസേന ആസ്ഥാനത്തേക്ക് പ്രധാനമന്ത്രി എത്താൻ പോകുന്നത്. അവിടെ നിന്നും റോഡ് മാർഗമായിരിക്കും അദ്ദേഹം മഹാരാജാസ് കോളേജിലേക്ക് എത്തുക. കോളേജിലെ പ്രത്യേക ഗ്രൗണ്ടിലേക്ക് അദ്ദേഹം എത്തുക. അവിടെ നിന്നാണ് റോഡ് ഷോ. അതിൻ്റെ ദൃശ്യങ്ങളാണ് മാതൃഭൂമി ന്യൂസ് കാണിക്കുന്നത്. പ്രധാനമന്ത്രി പ്രത്യേക ഹെലികോപ്റ്ററിൽ നെടുമ്പാശ്ശേരിയിൽ നിന്നും നാവികസേന ആസ്ഥാനത്തേക്ക് എത്തുന്നതിൻ്റെ ദൃശ്യമാണ്. അങ്ങനെ പ്രധാനമന്ത്രി എത്താൻ പോകുന്നു. കൊച്ചിക്കാർ മുഴുവനായി കാത്തിരിക്കുന്നു. രാജ്യം മുഴുവൻ കൊച്ചിയിലേക്ക് പൊളിറ്റിക്കലി ദേശീയ തലത്തിലൊരു രാഷ്ട്രീയ ശ്രദ്ധ എന്ന നിലയിൽ തന്നെ ശ്രദ്ധ ക്ഷണിക്കപ്പെടുകയാണ് കൊച്ചിയിലേക്ക്. കൊച്ചി അങ്ങനെ ഈ ദിവസം ഈ രാത്രിയിൽ മറ്റൊരു റോഡ് ഷോയ്ക്ക് കൂടി വേദിയാവുകയാണ്. പ്രധാനമന്ത്രിയുടെ സാന്നിധ്യത്തിനായി കാത്തിരിക്കുന്നു. ആയിരക്കണക്കിന് പ്രവർത്തകർ റോഡിന് ഇരുവശവും ഉച്ച മുതൽ കാത്തിരിക്കുകയാണ്. പ്രിയ പ്രധാനമന്ത്രിക്ക് വേണ്ടി, പ്രിയ നേതാവിന് വേണ്ടി. അങ്ങനെ മിഴി തുറന്ന് അവർ അക്ഷമരായി ഇങ്ങനെ കാത്ത് ഇരിക്കുകയാണ്. രാഗനും റിയ, ഞങ്ങളുടെ പ്രതിനിധികൾ വിവിധ ഇടങ്ങളിൽ നിന്നും പ്രധാനമന്ത്രി വന്നു കഴിഞ്ഞാൽ ഏതൊക്കെ പോയിന്റിലൂടെയാണ് അദ്ദേഹം കടന്നു പോകുന്നത്, അതിൻ്റെയൊക്കെ ദൃശ്യങ്ങൾ അപ്പോൾ തന്നെ പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ സജ്ജമാണ്. റിയ, ഇപ്പോൾ പ്രധാനമന്ത്രി വരുന്നതിൻ്റെ ദൃശ്യമാണ് കണ്ടത് ഹെലികോപ്റ്ററിൽ. ഇനി എത്ര സമയം വേണ്ടിവരും? അധിക സമയം എടുക്കില്ലല്ലോ റിയ? നാവികസേന ആസ്ഥാനത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഹെലികോപ്റ്റർ ഇറങ്ങിക്കഴിഞ്ഞു. അല്പം മുമ്പ് ഇതിലൂടെയാണ് ഹെലികോപ്റ്റർ പോകുന്ന ശബ്ദം കേട്ടപ്പോഴൊക്കെ ആളുകൾ വലിയ കരഘോഷം മുഴക്കുന്ന സാഹചര്യമുണ്ടായിരുന്നു. ഇനി നാവികസേന ആസ്ഥാനത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഹെലികോപ്റ്റർ ഇറങ്ങും. അവിടെ നിന്ന് ഈ പറയുന്ന ദൂരം ഏതാണ്ട് മഹാരാജാസ് കോളേജ്. ഈ ദൃശ്യങ്ങൾ പ്രേക്ഷകരെ എത്തിച്ച നമ്മുടെ പ്രതിനിധി ബിജു പങ്കജുണ്ട്. ബിജു, ആ നാവികസേന ആസ്ഥാനത്തിന് സമീപമാണെന്ന് മനസ്സിലാക്കുന്നു. എത്ര സമയം കൂടി വേണ്ടി വരുമ്പോൾ എത്തിക്കഴിഞ്ഞോ? ഇനി അവിടെ നിന്നും ഇനി റോഡ് മാർഗമാണല്ലോ മഹാരാജാസിലേക്ക് എത്തുക. അങ്ങനെയെങ്കിൽ എത്ര സമയം പിടിക്കും? എയർഫോഴ്സിന്റെ 2 ഹെലികോപ്റ്ററുകളാണ് ഇപ്പോൾ കൊച്ചിയിലെ ദക്ഷിണ നാവിക ആസ്ഥാനത്തേക്ക് എത്തിയിരിക്കുന്നത്. അതിൽ 2ാമത്തെ ഹെലികോപ്റ്ററിലാണ് പ്രധാനമന്ത്രി ഇറങ്ങുന്നത്. 6:50 അദ്ദേഹം നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ ഇറങ്ങി. അവിടെ നിന്നാണ് പ്രത്യേക ഹെലികോപ്റ്ററിൽ ഇപ്പോൾ ദക്ഷിണ നാവിക ആസ്ഥാനത്തെ ഹെലിപ്പാഡിലേക്ക് ഇറങ്ങിയിരിക്കുന്നത്. അവിടെ നിന്നൊരു 10 മിനിറ്റിനുള്ളിൽ അദ്ദേഹം ഇവിടുന്ന് നാവികസേന എയർപോർട്ടിൽ നിന്ന് വെണ്ടുരുത്തി പാലം കടന്ന് കൊച്ചി നഗരത്തിലേക്ക് പ്രവേശിക്കും. അതിനുശേഷം DCC ജംഗ്ഷനിൽ നിന്നാണ് അദ്ദേഹം പ്രത്യേകം തയ്യാറാക്കിയ വാഹനത്തിൽ കയറി ഏതാണ്ട് ഒരു 15-20 മിനിറ്റോളം നീണ്ടുന്ന ഒരു റോഡ് ഷോ ആയിരിക്കും ഉണ്ടാവുക. ഇപ്പോൾ അദ്ദേഹത്തിനെ വഹിച്ചുകൊണ്ടുള്ള ഹെലികോപ്റ്റർ ദക്ഷിണ നാവികാസ്ഥാനത്തെ വിമാനത്താവളത്തിലേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ ഇറങ്ങിയതിനു ശേഷം അവിടെ നിന്ന് അദ്ദേഹം വാഹനത്തിൽ കയറി ഒരു 10 മിനിറ്റ് എടുക്കുകയുള്ളൂ. 10 മിനിറ്റിനുള്ളിൽ തന്നെ കൃത്യമായി പറഞ്ഞാൽ ഒരു 7:30 അദ്ദേഹം കൊച്ചി നഗരത്തിലേക്ക് പ്രവേശിക്കും. ഇപ്പോൾ ഈ ദക്ഷിണ നാവിക ആസ്ഥാനത്തേക്കുള്ള എല്ലാ റോഡുകളും ഇപ്പോൾ ബ്ലോക്ക് ചെയ്ത് കഴിഞ്ഞു. കർശന സുരക്ഷയാണ് ഈ പ്രദേശത്തുള്ളത്. ഇപ്പോൾ അദ്ദേഹത്തിന്റെ ഹെലികോപ്റ്റർ ദക്ഷിണ നാവിക ആസ്ഥാനത്ത് ഇറങ്ങിയിട്ടുണ്ട്. അവിടെ നിന്ന് 10 മിനിറ്റുള്ളിൽ തന്നെ അദ്ദേഹം വാഹനത്തിലേക്ക് കയറും. അദ്ദേഹത്തെയും കൊണ്ടുള്ള വാഹനം ഏകദേശം 10 മിനിറ്റ് തന്നെ എടുത്തുകൊണ്ട് കൊച്ചി നഗരത്തിലേക്ക് പ്രവേശിക്കും. കൃത്യം 7:35, കൃത്യമായി പറഞ്ഞത് 7:35 അദ്ദേഹം റോഡ് ഷോ നടക്കുന്ന KPC ജംഗ്ഷനിലേക്ക് എത്തും. അവിടെ വാഹനങ്ങൾ തയ്യാറാക്കിയിട്ട് അവിടെ പ്രത്യേക സുരക്ഷ ഏർപ്പെടുത്തിക്കൊണ്ട് പതിനായിരക്കണക്കിന് പ്രവർത്തകർ റോഡിന് ഇരുവശവും റെഡി ആയിട്ടുണ്ട് റോഡ് ഷോയ്ക്കായിട്ട്. ഇപ്പോൾ അദ്ദേഹത്തിന്റെ ഹെലികോപ്റ്റർ, അദ്ദേഹത്തെ വെച്ചുള്ള ഹെലികോപ്റ്റർ ഇപ്പോൾ കൊച്ചിയിലെ ദക്ഷിണ നാവിക ആസ്ഥാനത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞു. 10 മിനിറ്റിനുള്ളിൽ അദ്ദേഹം നമ്മുടെ ഈ ക്യാമറ ഫ്രെയിമിലൂടെ, ആദ്യ ഫ്രെയിമിലൂടെ അദ്ദേഹം കൊച്ചി നഗരത്തിലേക്ക് പ്രവേശിക്കും. ഇവിടെ ദക്ഷിണ നാവിക ആസ്ഥാനത്തിന് പ്രത്യേകം തയ്യാറാക്കിയ ഒരു ഗേറ്റ് ഉണ്ട്. അദ്ദേഹത്തിന്റെ വരവിനോട് അനുബന്ധിച്ച് പുതിയതായിട്ടുണ്ടാക്കിയ ഗേറ്റാണ്. ആ ഗേറ്റിലൂടെ അദ്ദേഹത്തിന്റെ വാഹന വ്യൂഹം ദക്ഷിണ നാവിക ആസ്ഥാനത്തിന്റെ മുന്നിലൂടെ വെണ്ടുരുത്തി പാലം കടന്ന് രവിപുരം വഴി, ജോസ് ജംഗ്ഷൻ വഴി അദ്ദേഹം വുഡ്ലാൻഡ് ജംഗ്ഷൻ വഴി അദ്ദേഹം KPC ജംഗ്ഷനിലെത്തും. കൃത്യം 10 മിനിറ്റാണ് അദ്ദേഹത്തിന്റെ വാഹന വ്യൂഹം ഇതിലെ കടന്നു പോകാനായിട്ട് എടുക്കുക. അതിനുശേഷം ഒരു 10 മിനിറ്റ് വഴിയാകും. മൊത്തം 20 മിനിറ്റ് കൊണ്ട് അദ്ദേഹം KPC ജംഗ്ഷനിലെ റോഡ് ഷോ നടക്കുന്ന സ്ഥലത്തേക്ക് എത്തും. അദ്ദേഹത്തിന്റെ ഹെലികോപ്റ്ററിൽ ഇറങ്ങി അദ്ദേഹം ഹെലികോപ്റ്ററിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി വാഹന വ്യൂഹത്തിലേക്ക് അല്പസമയത്തിനുള്ളിൽ എത്തും.
ശരി, ബിജു പങ്കജാണ് വിവരങ്ങൾ നൽകിയത്. ദക്ഷിണ നാവികസേന ആസ്ഥാനത്തേക്കാണ് പ്രധാനമന്ത്രി എത്തിയിരിക്കുന്നത്. അവിടെ നിന്നും 10 മിനിറ്റ് മാത്രം മതി ഇവിടേക്ക് എത്താൻ, മഹാരാജാസ് കോളേജ് ജംഗ്ഷനിലേക്ക് എത്താൻ. അവിടെ നിന്നാണ് റോഡ് ഷോ ആരംഭിക്കാൻ പോകുന്നത്.